ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതിക്കെതിരെ സംസ്ഥാന സർക്കാർ. നിരീക്ഷണ സമിതി നടപടി കോടതി അലക്ഷ്യമാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. സമിതി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും സർക്കാർ കോടതിയിൽ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, എന്തെല്ലാമാണ് സർക്കാരിന്റെ വാദങ്ങൾ ഈ വിഷയത്തിൽ? ശബരിമലയിലെ തീർത്ഥാടനവും അത് സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയും ഒരുക്കുന്നതിന് വേണ്ടി ശബരിമല ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശാനുസരണം ശബരിമലയിൽ 2 ജഡ്ജിയും ഒരു DGP ഉൾപ്പെടെ നിരീക്ഷക സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ നിരീക്ഷക സമിതി 2 വട്ടം റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് കൈമാറി. മനീതി സംഘത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് പ്രധാനമായും കഴിഞ്ഞ റിപ്പോർട്ടിൽ നിരീക്ഷക സമിതി നിരീക്ഷിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സത്യവാങ്മൂലത്തിൽ സർക്കാർ നിരീക്ഷണ സമിതിയുടെ കണ്ടെത്തലുകൾ, അവരുടെ നിഗമനങ്ങൾ തെറ്റാണ്, മനീതി സംഘത്തിന് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ ഭാഗമായി അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ചില സ്ത്രീകൾക്ക് കയറുന്നതിന് വേണ്ടി സുരക്ഷ ഒരുക്കുമ്പോൾ മറ്റ് ഭക്തർക്ക് അത് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു നിരീക്ഷക സമിതിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ തള്ളിക്കളയണമെന്നും നിരീക്ഷക സമിതി അവിടെ നടക്കുന്ന അക്രമ സംഭവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അത്തരം സംഭവങ്ങളിൽ മൗനം പാലിക്കുകയാണെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തി. CN പ്രകാശ്, കൊച്ചിയിൽ.